ജോർദാനിലെ അൽ ഖറാഖ് പട്ടണത്തിലെ കരാഖ് കാസിലിന് മുകളിലൂടെ ഞാൻ സഞ്ചാരം തുടരുകയാണ്. 12-ാം നൂറ്റാണ്ടിൽ കുരിശുയുദ്ധക്കാർ പണിയുകയും പിന്നീട് വന്ന പലരും കൂട്ടിച്ചേർക്കലുകൾ നടത്തുകയും ചെയ്ത കോട്ട. കാസിലിന്റെ ഏതാണ്ട് മധ്യഭാഗമാണ് ഇത്. കാസിലിലെ നിരവധി തുരങ്കവഴികളിൽ മറ്റൊന്നിലേക്കാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. മരുഭൂമിയിലെ മലകളിൽ നിന്നും വെട്ടിയെടുത്ത കല്ലുകൾ കൊണ്ട് പ്രാകൃതമാം വിധം നിർമ്മിച്ച തുരങ്കങ്ങൾ. കാസിലിലെ മുറികളുടെ ഇടനാഴിയാണിതെന്ന് പറയാം. പ്ലാസ്റ്ററിംഗ് നടത്തിയിട്ടില്ല. പല വലിപ്പത്തിലും ആകൃതിയിലുമുള്ള കൽക്കഷ്ണങ്ങൾ അടുക്കി വച്ചിരിക്കുന്നു. എല്ലാ നിലകളിലുമുണ്ട് ഈ വിധം നിർമ്മിച്ച തുരങ്കങ്ങൾ. സജീവമായിരുന്ന കാലത്ത് അനേകം പടയാളികൾ കടന്നു പോവുകയും ആയുധങ്ങൾ സംഭരിച്ചു വയ്ക്കുകയും ചെയ്തിരുന്ന തുരങ്കവഴികൾ. ഈസ്റ്റ് ഫ്രണ്ട് എന്നറിയപ്പെടുന്ന ഭാഗമാണിത്. സൗത്ത് ടവർ മുതൽ നോർത്ത് ഈസ്റ്റ് ടവർ വരെ 160 മീറ്റർ നീണ്ടുകിടക്കുന്ന ഒരു ഭാഗമാണ് ഈസ്റ്റ് ഫ്രണ്ട്. കോട്ടയുടെ നോർത്ത് ഈസ്റ്റ് ടവറിന്റെ ചുവട്ടിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ആ തകർന്ന ഭാഗത്തിനു മുകളിലൂടെ സഞ്ചാരിയായ ഒരു സായിപ്പ് പോകുന്നു. ഞാനും അവിടേക്ക് കയറി ചെന്നു. ഇതാണ് കോട്ടയിലെ ഏറ്റവും ഉയരത്തിലുള്ള ഭാഗം. കാസിലിന്റെ തെക്കേ അറ്റത്തെ നിർമ്മിതികളാണ് അക്കാണുന്നത്. മാംലൂക്ക് കീപ്പ് എന്നറിയപ്പെടുന്ന കെട്ടിടമാണത്. മാംലൂക്കുകളുടെ ഒരു സൈനിക കേന്ദ്രവും അതിന് താഴെയുള്ള ഭാഗത്ത് മാംലൂക്ക് കൊട്ടാരവുമാണുള്ളത്. മുന്നിൽ കാണുന്നത് അഷാഹബിയ ഗ്രാമമാണ്. അതിനു പിന്നിൽ അൽ തല്ലാജ എന്ന മല. മുസ്ലിങ്ങളുടെ സലാഹ് അൽ-ദിൻ സൈന്യം കാസിൽ പിടിക്കാനെത്തിയത് ആ മല കടന്നായിരുന്നു. നേരം 1:30 കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ സഞ്ചാരികൾ ഇപ്പോൾ കോട്ടക്കുന്ന് കയറി വരുന്നുണ്ട്. കോട്ടമുകളിൽ നിന്ന് വടക്കോട്ട് ക്യാമറ തിരിക്കുമ്പോൾ കുരിശുയുദ്ധക്കാർക്ക് ശേഷം അൽ ഖറാഖിൽ വളർന്നുവന്ന പട്ടണഭാഗങ്ങളാണ് കാണുന്നത്. കിടങ്ങിന് കുറുകെയുള്ള പാലം കടന്നു ചെല്ലുന്നത് ഹാബിസ് കാർ നിർത്തിയിരിക്കുന്ന തെരുവിലേക്കാണ്. അവിടെയും കുറച്ച് സഞ്ചാരികളൊക്കെ കൂടി നിൽക്കുന്നു. കരാഖ് കാസിൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായ ശേഷം മുഖം മിനുക്കി നിൽക്കുന്ന പട്ടണഭാഗമാണിത്. കിടങ്ങിനപ്പുറം കോട്ടയിലേതുപോലെ തന്നെയുള്ള ചില നിർമ്മിതികൾ കാണാം. അവിടേക്ക് പാലങ്ങളും കിടങ്ങിൽ നിന്ന് കെട്ടിയുയർത്തിയ പടവുകളുമൊക്കെയുണ്ട്. താഴ്വാരത്തിന്റെ പശ്ചാത്തലത്തിൽ താഴ്വാരത്തു നിന്നുള്ള കാറ്റേറ്റ് ചെറുവെയിലത്ത് ഇങ്ങനെ നടക്കുന്നത് സുഖമുള്ള കാര്യമാണ്. മനോഹരമായ ദൃശ്യഭംഗിയാണ് മരുഭൂമിയിലുള്ളതെന്ന് എനിക്കെപ്പോഴും തോന്നാറുണ്ട്. പുറംപട്ടണത്തിന്റെ കാഴ്ചയിൽ നിന്നും ഞാൻ വീണ്ടും ക്യാമറ സിറ്റാഡലിന്റെ കാഴ്ചയിലേക്ക് തിരിക്കുകയാണ്. നോർത്ത് ഈസ്റ്റ് ടവറിന്റെ താഴെ ഭാഗമാണിത്. അടിയിലേക്ക് ചെല്ലും തോറും കുറേയേറെ ടണലുകളും ഗുഹാവഴികളുമൊക്കെയാണ് കാണുന്നത്. ഇത് ഇരുണ്ട ഒരു ഗുഹയാണെന്ന് തോന്നുമെങ്കിലും ഇതിനകത്തുതന്നെ നിരവധി മുറികളും ചേംബറുകളുമെല്ലാമുണ്ട്. പല ടണലുകൾ വന്നു ചേരുന്ന ജംഗ്ഷനുകൾ, പൊത്തുപോലുള്ള മുറികൾ. കുരിശുയുദ്ധക്കാർ പ്രധാനമായും സൈനികാവശ്യങ്ങൾക്കാണ് ഈ കാസിലിനെ ഉപയോഗപ്പെടുത്തിയത്. പണി പൂർത്തിയായി ഷുബാ കാസിലിൽ നിന്നും ഭരണകേന്ദ്രം ഇവിടേക്ക് മാറ്റുന്നതിനു മുൻപ് തന്നെ കുരിശുയുദ്ധക്കാരുടെ ആധിപത്യം അവസാനിക്കുകയും മാംലൂക്കുകൾ മേഖലയിലെ ഭരണം പിടിക്കുകയുമായിരുന്നു. എങ്കിലും കുരിശുയുദ്ധക്കാരുടെ ഭരണകാലത്ത് പ്രതാപത്തോടെ നിലകൊണ്ട കോട്ടയായിരുന്നു ഇത്. ജെറുസലേമിലെ ലത്തീൻ സാമ്രാജ്യം ഈ കോട്ടയുടെ കാര്യത്തിൽ പ്രത്യേക താൽപ്പര്യമെടുത്തിരുന്നുവെന്നും ചരിത്രം. ഞാൻ ഈ നടക്കുന്ന ടണലിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിനു മേലെ ഇതുപോലെ തന്നെയുള്ള ഒരു തുരങ്കവഴി കടന്നു പോകുന്നുണ്ടെന്നതാണ് അത്. 2 നിലയുള്ള തുരങ്കപാത. 8 നൂറ്റാണ്ടുകൾക്ക് മുൻപത്തെ നിർമ്മിതി. പുറത്തിറങ്ങി തിരിഞ്ഞു നോക്കുമ്പോൾ അതിന്റെ രൂപം വ്യക്തമായി കാണാം. 2 നിലകളിലായി തുരങ്കവഴി സജ്ജീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോൾ വ്യക്തമാകും. കരാഖ് ദുർഗത്തിനുള്ളിൽ ഇനി എനിക്ക് അധിക സമയം ചെലവഴിക്കാനില്ല. പുറത്തേക്കിറങ്ങുകയായി. ഒരു മലയുടെ മുകൾത്തട്ടിലാകെ വ്യാപിച്ചു കിടക്കുന്ന അതിബൃഹത്തായ ഒരു പ്രതിരോധ സംവിധാനം തന്നെയാണ് അൽ ഖറാഖ് കാസിൽ. കൂടുതൽ ടൂറിസ്റ്റുകൾ സംഘങ്ങളായി കാസിലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇവിടേക്ക് വന്നപ്പോൾ കാസിലിൽ 3-4 സഞ്ചാരികളെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇവിടെ എത്തിയ സമയത്തിന്റെ പ്രശ്നം കൂടിയാണത്. നട്ടുച്ചയ്ക്കായിരുന്നു എൻ്റെ വരവ്. ഇവരാകട്ടെ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റോറൻറ്റുകളിൽ ചെറുതായി വിശ്രമിച്ച് കാസിൽ കാണാൻ ഇറങ്ങുകയാണ്. എനിക്ക് ഇനിയും കുറേ കാഴ്ചകൾ ക്യാമറയിൽ പകർത്താനുണ്ട്. അതിനാൽ കഴിവതും വേഗം ഇവിടെ നിന്നും യാത്ര തുടരണം. മണ്ണല്ല ഇത്, മരുഭൂമിക്കല്ലിന്റെ കോട്ടയാണ്.
ഉണങ്ങി വരണ്ടതെങ്കിലും ഈ കാസിലും അതിന്റെ താഴ്വാരവുമെല്ലാം ഗാംഭീര്യമാർന്നൊരു കാഴ്ച തന്നെയാണ്. ടൂറിസ്റ്റുകൾക്ക് വേണ്ട സൗകര്യങ്ങളും സംവിധാനങ്ങളുമാണ് വീഥിയുടെ ഇരുവശത്തും. കരാക്ക് കാസിലൊന്നുമല്ല ജോർദാന്റെ യഥാർത്ഥ അത്ഭുതങ്ങൾ. പെട്ര തുടങ്ങിയ ലോകാത്ഭുതങ്ങൾ കാണാൻ കിടക്കുന്നതേയുള്ളൂ. ഇവിടെയൊന്നും ടൂറിസ്റ്റുകളുടെ തിരക്കില്ല എന്നതാണ് പ്രധാന കാര്യം. സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലാണ് ജോർദാനിലെ പ്രധാന ടൂറിസ്റ്റ് സീസൺ തുടങ്ങുന്നത്. താഴെ മുല്ലപ്പന്തലിന് ചുവട്ടിലെ തണുപ്പിൽ കുറച്ച് ടൂറിസ്റ്റുകൾ ഇരിക്കുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ കാണാമെന്നാണ് ഡ്രൈവർ ഹാബിസ് പറഞ്ഞിരിക്കുന്നത്. കയറി ചെല്ലുമ്പോൾ ഹാബിസ് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നതേയുള്ളൂ. അല്പം സമയമെടുത്തു തന്നെ ഭക്ഷണം കഴിക്കുന്ന ആളാണ് ഹാബിസ്. ഞാൻ പുറത്ത് കാത്തിരുന്നു. എങ്കിൽ പിന്നെ ഭക്ഷണം ഇവിടെ നിന്ന് തന്നെ കഴിക്കാമെന്ന് തീരുമാനിച്ചു. സമയം പാഴാക്കേണ്ടതില്ലല്ലോ. മെനു എത്തി. ഏറ്റവും ലഘുഭക്ഷണമെന്ന് പറയാൻ ഇവിടെയുള്ളത് കബാബും പച്ചക്കറിയും ഒക്കെയാണ്. അതെത്തി. കൂടുതൽ ഭാഗവും പച്ചക്കറിയാണെങ്കിലും സംഗതി ഹെവിയാണ്. ഉച്ചയ്ക്ക് ഞാൻ ഇത്രയും ഭക്ഷണം കഴിക്കാറില്ല. കഴിച്ചുകൊണ്ടിരിക്കെ ടൂറിസ്റ്റുകളുടെ ചെറുസംഘങ്ങൾ വാഹനങ്ങളിൽ വന്നിറങ്ങുന്നത് കാണാം. ഗ്രാമീണരായ ചില പയ്യന്മാർ കസർത്തുകളുമായി ക്യാമറയുടെ മുന്നിലേക്കെത്തി. ബെദൂയിൻ പാരമ്പര്യമുള്ള 4 ഗോത്രങ്ങളിലെ ആളുകളാണ് അൽ ഖറാക്കിലെ നിവാസികൾ. ഹാബിസ് ഭക്ഷണം കഴിച്ചിറങ്ങി. അങ്കിൾ ബണ്ണിനൊപ്പം ഞാനും വാഹനത്തിലേക്ക് നടന്നു. അൽ ഖറാക്കിൽ നിന്നും യാത്ര തുടരുകയാണ്. കുരിശുയുദ്ധം മുതലുള്ള സജീവ ചരിത്രമുള്ള ഈ നഗരത്തിൽ നിന്നും നബാത്തിയന്മാരുടെ നഷ്ടനഗരമായ പെട്രയിലേക്കാണ് ഇനി യാത്ര. ജോർദാനിലെ മാത്രമല്ല, ലോകത്തെ തന്നെ വിസ്മയകരമായ ഒരു കാഴ്ചയാണ് പെട്ര. അൽ ഖറാക്കിന്റെ ബസാറിലൂടെയാണ് കടന്നു പോകുന്നത്. കാസിൽ കുന്നിന്റെ താഴ്വാരത്ത് നഗരവാസികൾ നിത്യോപയോഗ വസ്തുക്കൾ വാങ്ങാനെത്തുന്ന മാർക്കറ്റ്. അമ്മാനിൽ കണ്ടതുപോലെ ടൂറിസ്റ്റുകളെ ഈ തെരുവോരത്ത് കാണില്ല. തുണിയും ചെരുപ്പും പാത്രങ്ങളും പണിയായുധങ്ങളും ഒക്കെ വിൽക്കുന്ന കടകളാണ് കൂടുതലും. അൽ ഖറാക്കിന് ചുറ്റും നിരവധി ഗ്രാമങ്ങളുണ്ട്. അവിടെ നിന്നുള്ളവർ അവശ്യവസ്തുക്കൾ വാങ്ങാനും കാർഷികോൽപ്പന്നങ്ങൾ വിൽക്കാനും എത്തുക ഇവിടെയാണ്. കടക്കാർ റോഡിനു മീതെ കട്ടിത്തുണികൾ വലിച്ചു കെട്ടിയിട്ടുണ്ട്. വെയിലിനെ പ്രതിരോധിക്കാനാണ്. മേൽക്കൂര പിന്നിപ്പോയ ഒരു നടപ്പന്തൽ പോലെ തെരുവിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അത് കാണാം. വെയിലിൽ നിൽക്കുമ്പോൾ അസഹ്യമായ ചൂട് അനുഭവപ്പെടുമെങ്കിലും ചെറിയ തണലിലേക്ക് കയറിയാൽ സുഖകരമായ തണുപ്പ് കിട്ടുമെന്നതാണ് മരുഭൂപ്രദേശങ്ങളുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ സൗകര്യങ്ങളുണ്ടെങ്കിൽ മരുഭൂമിയിലെ ജീവിതം സുഖകരമാണ്. അൽ ഗസാസിന, അൽ മജാലി, ടെറാവനെ, സരായിലെ എന്നിങ്ങനെ 4 ഗോത്രവർഗങ്ങളാണ് ഇപ്പോൾ അൽ ഖറാക്കിൽ വസിക്കുന്നത്. ബെദൂയിൻ നാടോടി പാരമ്പര്യത്തിൽ നിന്നുള്ള ഗോത്രങ്ങളാണ് ഇവരെല്ലാം. 1844 ഈജിപ്തിലെ ഇബ്രാഹിം പാഷ ചാവുകടലിന് പടിഞ്ഞാറുള്ള ഭാഗങ്ങളിലേക്ക് ഒരു പരിവേഷണ സംഘത്തെ അയച്ചിരുന്നു. വലിയൊരു സൈന്യം തന്നെയായിരുന്നു അത്. കരാക്ക് കാസിലിൽ വന്നെത്തിയ ആ സൈന്യത്തിന് പക്ഷേ ഏറെക്കാലം അവിടെ പിടിച്ചു നിൽക്കാനായില്ല. പിന്നീട് ദമാസ്കസിലെ ഭരണാധികാരികളുടെ നിയന്ത്രണത്തിലായി അൽ ഖറാക്ക്. ഇക്കാലത്താണ് ഇവിടെ ക്രിസ്തുമതം ശക്തമാവുന്നത്. പാതയോരത്ത് ചില ക്രിസ്ത്യൻ പള്ളികൾ കാണാം. അൽ ഖറാക്കിന്റെ ഇന്നത്തെ ജനസംഖ്യയിൽ 25% ക്രിസ്ത്യാനികളാണ്. ഇസ്ലാമിക ഭൂരിപക്ഷമുള്ള രാജ്യമാണെങ്കിലും ഒരു മതേതര രാഷ്ട്രത്തിന്റെ സ്വഭാവമാണ് ജോർദാനുള്ളത്. ഓരോ മതത്തിന്റെയും ആരാധനയ്ക്കും ആചാരങ്ങൾക്കും ഇവിടെ വിലക്കൊന്നുമില്ല. ന്യൂനപക്ഷങ്ങൾക്ക് ഗവൺമെന്റിൽ നിന്ന് പ്രത്യേക പരിഗണനകൾ ലഭിക്കുന്നുമുണ്ട്. ജോർദാന്റെ നാട്ടിൻപുറത്തുകാർ നടന്നു നീങ്ങുന്ന വീഥി. തനി ഗ്രാമീണമായ കാഴ്ചകളാണെല്ലാം. കുന്നുകളെ വളഞ്ഞു ചുറ്റി ഇറങ്ങി വേണം താഴ്വാരത്തെത്തി ഹൈവേയിലേക്ക് കയറാൻ. മലഞ്ചെരിവുകളിൽ ഒലിവ് തോട്ടങ്ങൾ. ജോർദാനിലെ നഗരജീവിതത്തെക്കാൾ സജീവമാണ് ഗ്രാമീണ ജീവിതമെന്നാണ് പറയുക. രാജ്യത്ത് ആകെയുള്ള ജനസംഖ്യയിൽ പകുതിയും വസിക്കുന്നത് ഗ്രാമങ്ങളിലാണ്. ഓരോ ഗ്രാമത്തിലുമാകട്ടെ 4000-ൽ താഴെ ജനസംഖ്യയേയുള്ളൂ. മലയുടെ അടിവാരത്തേക്കും കരാക്ക് കോട്ടയുടെ മതിലുകൾ വ്യാപിച്ചു നിൽപ്പുണ്ട്. ഞാൻ നേരത്തെ നിന്ന നോർത്ത് ഈസ്റ്റ് ടവറാണിത്. അക്കാണുന്നത് സൗത്ത് ടവറും. ഈ മലയ്ക്ക് തന്നെ ഒരു കോട്ടയുടെ സ്വഭാവമുണ്ട്. പ്രകൃതി നിർമ്മിച്ചു നൽകിയ കോട്ടയാണ് ഈ മലയെന്ന് തോന്നും. ഈ വഴി അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ
ജോർദാനിയൻ ജനതയെക്കുറിച്ച് ചിന്തിക്കുകയാണ് ഞാൻ. ശാസ്ത്ര സാങ്കേതിക കലാരംഗങ്ങളിലൊന്നും ജീനിയസുകളെന്ന് വിശേഷിപ്പിക്കാവുന്ന അധികം ആളുകളെ നാം ജോർദാനികളായി കണ്ടിട്ടില്ല. അതേസമയം മറ്റു പല അറബി രാജ്യങ്ങളെയും അപേക്ഷിച്ച് മെച്ചപ്പെട്ട വിദ്യാഭ്യാസ മേഖലയാണ് ഇവരുടേത്. 2 വർഷം പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ, 10 വർഷത്തെ നിർബന്ധിത അടിസ്ഥാന വിദ്യാഭ്യാസം, തുടർന്ന് 2 വർഷത്തെ സെക്കൻഡറി പഠനം എന്നിങ്ങനെ പോകുന്നു ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം. 10ാം തരം വരെയുള്ള പഠനം ജോർദാനിൽ നിർബന്ധിതവും സൗജന്യവുമാണ്. പാഠപുസ്തകങ്ങളും മറ്റു പഠനോപകരണങ്ങളും ജോർദാൻ വിദ്യാഭ്യാസ മന്ത്രാലയം സൗജന്യമായി വിതരണം ചെയ്യുന്നുമുണ്ട്. ജോർദാനിലെ ആകെ ജനസംഖ്യയുടെ പകുതിയും 30 വയസ്സിൽ താഴെയുള്ളവരാണ്. ഓരോ കുട്ടിക്കും മികച്ച വിദ്യാഭ്യാസം നൽകുന്നതിൽ ബദ്ധശ്രദ്ധരാണ് ഭരണക്കാർ. പക്ഷേ നല്ല അടിസ്ഥാന വിദ്യാഭ്യാസം നേടിയാലും ഉപരിപഠനത്തിനോ ഗവേഷണ മേഖലയിലേക്ക് തിരിയാനോ 2000 ആണ്ടുവരെയും അധികം ജോർദാനികൾ തയ്യാറായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറിയിട്ടുണ്ട്. OIC എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷനിൽ ഉൾപ്പെട്ട 57 രാജ്യങ്ങളിൽ ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും മുൻനിരയിലാണ് ജോർദാന്റെ സ്ഥാനം. വിദ്യാഭ്യാസം ലഭിച്ചാൽ നാട്ടുകാർ ഭരണകൂടത്തെ ചോദ്യം ചെയ്യുമെന്ന് ഭയക്കുന്നവരാണ് ചില ഇസ്ലാമിക രാജ്യങ്ങളിലെ ഭരണാധികാരികൾ. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാതിരിക്കുന്ന സങ്കുചിത ചിന്താഗതിക്കാരുമുണ്ട്. ജോർദാൻ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. മരുഭൂമിയുടെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞാനിരുന്നു. വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്. സഞ്ചാരം വോളിയം നമ്പർ 18. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഇനി കുറേ ദൂരം മരുഭൂമിയിലൂടെ തന്നെയാണ് യാത്ര. ഈ മരുഭൂമി കാഴ്ചയാവട്ടെ എനിക്ക് ഏറെ ഇഷ്ടമാണു താനും. ഒരർത്ഥത്തിൽ കടൽ കാണുന്നത് പോലെ തന്നെയാണ് മരുഭൂമിയുടെ ദൃശ്യാനുഭവവും. നോക്കത്താ ദൂരം വരെ മിഴി പായിച്ചുകൊണ്ട് അങ്ങനെയിരിക്കാം. ഫ്രീ സോൺ എന്ന് ഇന്നാട്ടുകാർ വിളിക്കുന്ന സ്പെഷ്യൽ എക്കണോമിക് സോണുകളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തിന്റെ കയറ്റുമതി രംഗത്തെ ശക്തിപ്പെടുത്തുന്നതിനായി ഇത്തരത്തിലുള്ള 100 കണക്കിന് ഫ്രീ സോണുകളാണ് ജോർദാനിൽ അനുവദിച്ചിരിക്കുന്നത്. ജോർദാനിയൻ ഫ്രീ സോൺ കോർപ്പറേഷൻ ഇതിനുള്ള എല്ലാ സൗകര്യങ്ങളും ലഭ്യമാക്കുന്നു. പച്ചപ്പിന്റെ കണിക പോലുമില്ലാത്ത മരുഭൂമിക്ക് നടുവിലൂടെ 15ഉം 20ഉം കിലോമീറ്ററുകൾ പോകുമ്പോൾ നീളൻ കെട്ടിടങ്ങളോടുകൂടിയ ഒരു ഫ്രീ സോൺ കൺമുന്നിലെത്തും. അടിസ്ഥാന സൗകര്യങ്ങളുടെ വൈപുല്യവും ഭംഗിയും കണ്ടുകൊണ്ട് ഞാൻ ഇരിക്കുകയാണ്. പാലസ്തീനിൽ നിന്നും 1950കളിൽ കുടിയേറിയെത്തിയവർ മാത്രമുള്ള ഗ്രാമങ്ങളും ജോർദാനിലുണ്ട്. കാറിൽ അനന്തമെന്ന് തോന്നുന്ന മരുഭൂമിക്ക് നടുവിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് ഒരനുഭവമാണ്. ഈ ലോകത്താകെ ഇപ്പോൾ ഈ ഒരു വാഹനവും ആബീസും ഞാനും മാത്രമേ ഉള്ളൂ എന്ന് തോന്നും. പ്രകൃതിയുടെ അത്ഭുതഭാവം കണ്ടുകൊണ്ടുള്ള യാത്ര. കാർ ഇപ്പോൾ പ്രധാന ഹൈവേയിലേക്ക് കയറിയിരിക്കുന്നു. അമ്മാനിൽ നിന്നും ചെങ്കടൽ തീരത്തെ തുറമുഖ പട്ടണമായ അൽ അക്ബയിലേക്ക് നീണ്ടുകിടക്കുന്ന ഹൈവേ. വലിയ ചാക്കുകൾ അടുക്കി നീങ്ങുന്ന ട്രക്കുകൾ. ചാവുകടലിന്റെ തീരപ്രദേശങ്ങളിൽ നിന്നും പൊട്ടാഷുമായി പോകുന്ന ലോറികളാണത്. അൽ അക്ബ ഹൈവേയിൽ നിന്നും കാർ പെട്രയിലേക്കുള്ള പാതയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. മരുഭൂമിയുടെ നരച്ച വിശാലത തന്നെയാണ് എവിടെയും കാഴ്ച. ആട്ടിൻപറ്റവുമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ബദുക്കളുടെ പ്രദേശങ്ങളാണ്. ഇവിടെ മരുഭൂമിയുടെ പ്രതലത്തിൽ നേർത്ത പച്ചപ്പ് കാണാം. ബദുക്കളുടെ ആട്ടിൻപറ്റത്തിന് മരുഭൂമി കനിഞ്ഞു നൽകുന്ന പുൽനാമ്പുകൾ. അനുപമമായ മരുഭൂമി കാഴ്ച. ബദുക്കളുടെ വാഹനങ്ങളും മറ്റുമാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ അഷ്-ഷുബാക്ക് എന്ന പ്രദേശത്തേക്കാണ് എത്തുന്നത്. ചെറിയൊരു പട്ടണം തന്നെയാണ് അഷ്-ഷുബാക്ക്. വിശാല മരുഭൂമിയിലെ മരുപ്പച്ച എന്ന് തോന്നുന്ന പ്രദേശം. പുതിയ കാലത്തേതെന്ന് തോന്നുന്ന അപ്പാർട്ട്മെന്റുകൾ. ഒരു കോണിൽ ചെറിയൊരു മോസ്ക്. ഇങ്ങനെയാണ് ജോർദാന്റെ മിക്ക പട്ടണങ്ങളും. വിശാലമായ മരുഭൂമിക്ക് നടുവിൽ രൂപം കൊള്ളുന്ന ജനവാസ കേന്ദ്രങ്ങൾ. അൽക്കറാക്കിന് മുൻപേ വളർന്നു വന്ന പട്ടണമാണ് ഷുബാക്ക് എന്ന് പൊതുവെ അറിയപ്പെടുന്ന അഷ്-ഷുബാക്ക്. കുറേ ദൂരം യാത്ര ചെയ്തിരിക്കുന്നു. ഡ്രൈവർ ഹാബിസിന് ഒരു കാപ്പി കുടിക്കണമെന്നുണ്ട്. അധികം സമയം പാഴാക്കാനില്ല. ഏതെങ്കിലും ചെറിയ കടയ്ക്ക് മുൻപിൽ നിർത്താമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് ഈ ചെറുകടയ്ക്ക് മുൻപിൽ വണ്ടി നിർത്തിയത്.
ഞാൻ ക്യാമറ ചൂണ്ടുന്നത് കണ്ടപ്പോൾ കടക്കാരന് വലിയ കൗതുകമായി. അറബിയിൽ ഇവർ തമ്മിൽ എന്തെല്ലാമോ പറയുന്നുണ്ട്. ഹാബീസ് ഒരു ടർക്കി കാപ്പിയും ഞാനൊരു ചായയുമാണ് ആവശ്യപ്പെട്ടത്. അതുമായി യാത്ര തുടരുകയാണ്. നല്ല കടുപ്പത്തിലുള്ള ടർക്കി കാപ്പി തന്നെ വേണം ഹാബീസിനെ പോലുള്ള അറബികൾക്ക്. ആ കാപ്പിയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഡ്രൈവിംഗ്. ധാരാളം ചെറുമരങ്ങൾ വളരുന്ന ഒരു പ്രദേശമാണ് അഷുബാഖ്. ദീർഘയാത്രക്കിടയിൽ എനിക്കും ഹാബീസിനുമിടയിൽ ഒരു സൗഹൃദം വളർന്നിരിക്കുന്നു. ഞാൻ ഇദ്ദേഹത്തെ ഒന്ന് മെരുക്കിയെടുത്തു എന്നും പറയാം. പെട്രയിൽ പോകുന്നതിന് മുൻപ് ലിറ്റിൽ പെട്രയിലേക്ക് പോകാമെന്നാണ് ഹാബീസ് പറയുന്നത്. പെട്ര എന്ന മഹാവിസ്മയത്തിന്റെ ഒരു ചെറുപതിപ്പാണ് ലിറ്റിൽ പെട്ര. ഭൂമിയുടെ അത്ഭുതത്തിന്റെ ഒരു ചെറു കേന്ദ്രം. ചെറുമരങ്ങൾ തണൽ വിരിക്കുന്ന വീഥി. ഈ പ്രദേശങ്ങളെല്ലാം ബദുക്കൾ ആടുമേച്ചു നടക്കുന്ന മരുഭൂവിടങ്ങൾ തന്നെയാണ്. ബദുക്കൾക്ക് ഇവിടെയെല്ലാം പ്രത്യേക അവകാശങ്ങളുണ്ട്. എന്നാൽ പഴയ കാലത്തിലേതുപോലെ ആട്ടിൻപറ്റവുമായി അലഞ്ഞു നടക്കുന്നവരല്ല ഇന്നത്തെ ബദുക്കളിൽ കൂടുതലും. അവർക്ക് പട്ടണങ്ങളിൽ വീടും സ്ഥാപനങ്ങളുമെല്ലാമുണ്ട്. മെയിൻ റോഡിൽ നിന്നും മറ്റൊരു പാതയിലേക്ക് കാർ തിരിഞ്ഞു. നേരെ കിടക്കുന്നതായിരുന്നു പെട്രയിലേക്കുള്ള വഴി. പക്ഷേ ഒരു ബോണസ് എന്നതുപോലെ പ്രത്യേകതയുള്ള ചില കാഴ്ചകളിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഹാബീസ് കാർ ഈ വഴി വിടുകയാണ്. എനിക്കും സന്തോഷമായി. അത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, കൗതുകമുള്ള എന്തെങ്കിലും ദൃശ്യം ലഭിക്കുന്നു എന്ന സന്തോഷം. രണ്ടാമത്തേത്, ഹാബീസ് മെരുങ്ങിയിരിക്കുന്നു എന്നതിലെ സന്തോഷം. രാവിലെ ഇദ്ദേഹവുമായി ഇടപഴകിയപ്പോൾ സഞ്ചാരവഴിക്ക് വഴങ്ങാത്തൊരു ചങ്ങാതിയാണ് ഹാബീസ് എന്നെനിക്ക് തോന്നിയിരുന്നു. അൽ ഹെയ്ഷ എന്ന പ്രദേശമാണിത്. പ്രത്യേകതയാർന്ന ഒരു മലമ്പ്രദേശം. ഇവിടെ ബദുക്കൾക്ക് ആടുമേയ്ക്കാൻ നിരോധനവുമുണ്ട്. അതിനുള്ള കാരണം ഇക്കാണുന്ന മരങ്ങളാണ്. പ്രത്യേകതയാർന്ന ചെറുമരങ്ങൾ. 850 വർഷം വരെ പ്രായമുള്ള മരങ്ങൾ ഈ മലഞ്ചെരുവിലുണ്ട്. ജോർദാന്റെ ചരിത്രത്തിന് സാക്ഷികളായ മരങ്ങൾ. ദേശീയ പ്രാധാന്യമുള്ള ഈ വൃക്ഷങ്ങൾ അതീവ ശ്രദ്ധയോടെ സംരക്ഷിക്കുകയാണിപ്പോൾ. ജോർദാനെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ വനമാണ്. അബ്ദാലിയ റിസർവ് ഫോറസ്റ്റിന്റെ ഭാഗം. ഇന്ത്യയിലെ വനങ്ങൾ കണ്ടിട്ടുള്ള നമുക്ക് ഇതൊരു വനമാണെന്ന് കേൾക്കുമ്പോൾ കൗതുകം തോന്നാം. മരുഭൂമി രാജ്യത്തിന് ഇത്രയും പച്ചപ്പുള്ള ഒരു വനമെങ്കിലും ഉണ്ടാവുന്നത് ആശ്വാസമാണല്ലോ. മുന്നിൽ ഒരു പിക്കപ്പ് വാനിൽ ഒരു ബെദുവിയൻ കുടുംബം പോകുന്നുണ്ട്. രസകരമായ ഒരു താഴ്വാരമാണിത്. ഹാബീസിനോട് പറഞ്ഞ് ഞാൻ കാർ ഇവിടെയൊന്ന് നിർത്തിച്ചു. ഇറക്കമിറങ്ങി ബെദൂവിയൻ പിക്കപ്പ് മരുഭൂമിയുടെ ഏതോ കോണിലുള്ള കൂടാരം ലക്ഷ്യമാക്കി പോകുന്നു. അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെ നിന്നും ലഭിക്കുന്നത്. സസ്യസമൃദ്ധമായ ഭൂമിയെയാണല്ലോ നമ്മൾ മലയാളികൾ സുന്ദരമെന്നും ദൈവത്തിന്റെ സ്വന്തം നാടെന്നുമൊക്കെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ പച്ചപ്പില്ലാത്ത വരണ്ട ഈ ഭൂമിക്കുമുണ്ട് അതിൻ്റെതായ സൗന്ദര്യം. അതിവിശാലമായ പ്രദേശം മുഴുവൻ മലമടക്കുകളും താഴ്വരകളും. കുന്നുകളിൽ കാപ്പിരി തലമുടി പോലെ ചെറുമരങ്ങൾ. ഇത്തരമൊരു ഭൂപ്രകൃതി നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എത്രയോ സിനിമകൾ അവിടെ വെച്ച് ഷൂട്ട് ചെയ്തേനെ. നല്ലൊരു ലൊക്കേഷനാണിത്. ജോർദാന്റെ നാച്ചുറൽ റിസർവുകളിൽ ഒന്നിന്റെ ഭാഗം. 320 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയുള്ളതും വെറും 8.5 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തീർണമുള്ളതുമായ റിസർവുകൾ അതിലുണ്ട്. അൽ ഹെയ്ഷയിൽ നിന്നും യാത്ര തുടരുകയാണ്. വനപ്രദേശത്തു കൂടി തന്നെയാണ് യാത്ര. ജോർദാനികൾക്ക് വലിയ ആവേശമാണ് ഇത്തരം വനങ്ങൾ. ധാരാളം പേർ ഒഴിവുദിനങ്ങളിൽ കുടുംബസമേതം ഇവിടേക്ക് എത്താറുണ്ട്. സന്ദർശകർക്കുള്ള കർശന നിർദ്ദേശങ്ങളുമായി ഉയർന്നു നിൽക്കുന്ന ബോർഡുകൾ ഞാൻ പലയിടത്തും കണ്ടിരുന്നു. വനത്തിൽ പ്ലാസ്റ്റിക് നിക്ഷേപിക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് അവയിൽ. മരത്തണലിൽ വിശ്രമിക്കുന്ന ചില കുടുംബങ്ങളെ യാത്രയിൽ കാണാം. മനോഹരമായ ഒരു സ്ഥലം എന്നതിലുപരി നല്ല കാലാവസ്ഥയുമാണിവിടെ. തണുത്ത കാറ്റടിച്ചുകൊണ്ടിരിക്കുന്നു. പുല്ലോ പച്ചപ്പോ ഇല്ലാത്തതുകൊണ്ട് പ്രകൃതി സൗന്ദര്യം ഇല്ലാതാവുന്നില്ല. മലകളും താഴ്വരകളുമെല്ലാം പല മടക്കുകളായി അങ്ങ് ചക്രവാളം വരെ വ്യാപിച്ചു നിൽക്കുന്നു. കെനിയയിലെ മസായിമാരയിലും മറ്റും കാണുന്ന മൈതാനക്കാടുകളുടെ കുറച്ചുകൂടി വരണ്ട പതിപ്പാണ് ഇതെന്ന് എനിക്ക് തോന്നി. ഇവിടെയുമുണ്ട് വന്യജീവികൾ. അങ്ങകലെ കാണുന്ന മലഞ്ചെരുവിലാണ് ലിറ്റിൽ പെട്ര. അവിടേക്കാണ് ഞങ്ങൾ പോകുന്നത്. വീണ്ടും മലയിറക്കമാണ്. ഈ വഴി വന്നത് നന്നായെന്ന് എനിക്ക് തോന്നി.
ജോർദാന്റെ വ്യത്യസ്തമായ ഒരു ഭൂപ്രകൃതി കാണാനും പുതിയ അറിവുകൾ നേടാനുമായി. സൂര്യൻ ചായം തോറും മരുഭൂവിന്റെ നിറം മാറുന്നു. അതുതന്നെ രസകരമായ ഒരു കാഴ്ചയാണ്. എത്രയോ നൂറ്റാണ്ടുകളായി നാടോടി ഗോത്രങ്ങൾ ആട്ടിൻപറ്റവുമായി അലയുന്ന ഭൂമി. ബെദൂയിൻ നാടോടി ജീവിതത്തിൽ നിന്നും പുതിയ ജീവിത സാഹചര്യങ്ങളിലേക്ക് അവർ വളർന്നിരിക്കുന്നു. മുന്നിൽ ആട്ടിൻപറ്റം നീങ്ങുന്നത് കാണാം. ജോർദാന്റെ അത്ഭുത കാഴ്ചകൾ അവസാനിക്കുന്നില്ല.